സാന്ത്വനം പരമ്പരയിലൂടെയായിരുന്നു സായി ലക്ഷ്മി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. ക്യാമറാമാനായ അരുണുമായുള്ള പ്രണയം വലിയ ചർച്ചയായിരുന്നു. ഡിവോഴ്സിന് ശേഷമായിരുന്നു അരുണിൻ്റെ ജീവിതത്തിലേക്ക് സായി എത്തുന്നത്. അവരുടെ വേർപിരിയലിന് കാരണം ഞാനല്ലെന്ന് താരം പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി ചോദ്യങ്ങൾക്ക് മറുപടിയുമായി താരം എത്താറുണ്ട്. 2025 തന്നെ സംബന്ധിച്ച് അത്ര നല്ല വർഷമല്ലായിരുന്നെന്നാണ് സായി പറയുന്നത്. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാനായില്ല. 50% നല്ലതായിരുന്നു, 50% വളരെ മോശമായിരുന്നു. ഓഗസ്റ്റിൽ ബിസിനസ് തുടങ്ങണമെന്ന് കരുതിയതാണ്. ഹോൾസെയിലർ പറ്റിച്ചതിനാൽ അത് നടന്നില്ല. കുറേ തെറ്റിദ്ധാരണകളും വാർത്തകളും ഒക്കെയായി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. 50% നല്ല കാര്യങ്ങൾ. ഞാൻ ഹാപ്പിയാണ്. വ്യത്യസ്തമായ ഭക്ഷണം പരീക്ഷിക്കാനും കുറേ യാത്രകളൊക്കെ പോവാനും കഴിഞ്ഞു. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായിരുന്നു എൻ്റെ 2025 എന്നാണ് സായി പറഞ്ഞത്. 2026 ഞാൻ പ്രതീക്ഷ മുഴുവനും വച്ചിരിക്കുന്നത്. പുതിയ പ്രൊജക്റ്റുകൾ വന്നാൽ സ്വീകരിക്കും. എൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. നേരത്തെ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും. പിന്നെ എൻ്റേതായൊരു സർക്കിളിലെ ഞാൻ മാറി. പിക്ക് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഞാൻ ഒതുങ്ങി. അല്ലെങ്കിൽ എപ്പോഴാണ് പണി വരുന്നതെന്ന് അറിയില്ല. ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രകൃതമാണ് എൻ്റേത്. അതുകൊണ്ട് കുറേ പണി കിട്ടിയിട്ടുണ്ടെന്നും സായി പറയുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ 2026 പ്രതീക്ഷയുണ്ട് എന്നാണ് സായിയുടെ മറുപടി. അതിൽ ഇന്ദും ഉണ്ടാവട്ടെ. ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നും സായി പറയുന്നുണ്ട്. നല്ലൊരു അഭിനേത്രിയാവണം എന്ന ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. ദൈവം തീരുമാനിക്കുന്നത് പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡെയിലി വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നടക്കുന്നില്ല. അവൻ രാവിലെ വർക്കിന് പോകുമ്പോൾ ഞാനും എഴുന്നേൽക്കും, പിന്നെയും കിടന്നുറങ്ങും, പിന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കും, തോന്നിയാൽ വീഡിയോ ചെയ്യും. 2026 കുറച്ചുകൂടെ ആക്റ്റീവായി നിൽക്കണമെന്നൊക്കെയുണ്ട്. വിവാഹം എപ്പോഴാണെന്ന ചോദ്യത്തിനും സായി മറുപടി പറഞ്ഞു. ഓരോ സമയത്തും ഓരോന്ന് നടക്കണമെന്നാണല്ലോ. ഞാൻ പ്ലാൻ ചെയ്താലും എല്ലാം നടക്കണം എന്നില്ലല്ലോ. എനിക്കൊന്ന് സെറ്റിൽഡ് ആവണമെന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞ് ഓടിപ്പോയി സെറ്റിലാവണമെന്നും പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്താൽ ശരിയാവുകയുമില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ എന്നായിരുന്നു സായിയുടെ മറുപടി. നിങ്ങൾ ഒരുമിച്ചാണോ താമസം എന്നായിരുന്നു വീഡിയോയുടെ താഴെ വന്ന ചോദ്യം. അതേ എന്നാണ് സായി മറുപടി പറഞ്ഞത്. ഇനി അങ്ങോട്ട് ഒന്നിച്ചാവാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് കുറേ കാലമായി. മാസങ്ങളോളമായി ഉള്ള സൗഹൃദത്തിന് ശേഷം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. നീ ഓക്കെ അല്ലേ എന്ന് എപ്പോഴും അരുൺ ചോദിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടീവാണ് അരുൺ എന്നും സായി പറഞ്ഞു. തുടക്കത്തിൽ ഒന്നും സംസാരിക്കാറേയില്ലായിരുന്നു. ഡിപ്രഷനിലായിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് അടുത്തത്. പിന്നെയാണ് പ്രണയം പറയുന്നതും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും ഒക്കെയും.